ജനുവരി 1 പേരിൽ ആഘോഷത്തിമിർപ്പിലാടുന്നവർ മുഹറത്തെക്കുറിച്ച് ഓർക്കുന്നേയില്ല എന്നത് ഖേദകരമാണ്. മുസ്ലിമിന്റെ ഏതൊരു കാര്യവും ഇതരരിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്രകാരം തന്നെയാണ് നമ്മുടെ കലണ്ടറും. ഹിജ്റയെ അടിസ്ഥാനമാക്കി ആരംഭിച്ച ചന്ദ്രവർഷ കലണ്ടറാണ് നമ്മുടേത്. മുസ്ലിമിന്റെ ഏത് കാര്യവും അതനുസരിച്ചാണ് തീരുമാനിക്കേണ്ടതും നടക്കേണ്ടതും. നമ്മുടെ പൂർവികർ ഏതൊരു കാര്യവും അതിനനുസൃതമായാണ് ചെയ്തിരുന്നത്. ഇന്നും ചെറിയ തോതിലെങ്കിലും ആ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടെന്നത് ആശ്വാസമാണ്. എങ്കിലും ന്യൂ ജനറേഷന്റെ നീക്കുപോക്കുകൾ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന മട്ടിലാണ്. നാം സത്യത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കേണ്ടത് നമ്മുടെ വർഷാരംഭമായ മുഹറത്തിലല്ലേ. എന്നാൽ നാം അക്കാര്യം തീരെ ഗൗനിക്കുന്നേയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് വർഷങ്ങൾ കണക്കാക്കിയിരുന്നത് പ്രധാന സംഭവങ്ങളെ നിർത്തിയായിരുന്നു. ആനക്കലഹ സംഭവം, കഅബ നിർമ്മാണം, ഭൂകമ്പം തുടങ്ങിയവയൊക്കെ അടിസ്ഥാനമാക്കിയായിരുന്നു. ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള മാസനിർണയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ നിലവിലുണ്ട്. ഹിജ്റ വർഷത്തിന്റെ ഉത്ഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായതാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബൈത്തുൽ മാൽ സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അവയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ഒരു തീയതി അവലംബിക്കേണ്ടി വന്നു. യമനിലെ ഭരണാധികാരിയായിരുന്ന അബൂ മൂസൽ അശ്അരി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു കത്തെഴുതി. ഖലീഫ ഉമർ മദീനയിൽ നിന്നയക്കുന്ന കത്തുകളിൽ തീയതിയില്ലാത്തതിനാൽ ഏതാണ് ആദ്യം എഴുതിയതെന്നും ഏത് നിർദ്ദേശമാണ് ആദ്യം നടപ്പിലാക്കേണ്ടതെന്നും അറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പരാമർശിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പ്രശ്നം അനുയായികളുമായി ചർച്ച ചെയ്തു. ചിലർ വർഷഗണനയ്ക്ക് നബുവത്തിനെ നിർദ്ദേശിച്ചു. മറ്റു ചിലരാകട്ടെ ഹിജ്റയെ ആക്കാമെന്ന് ഉണർത്തി. കൂടുതൽ പേരും ഹിജ്റയെ പിന്തുണച്ചതിനാൽ ഹിജ്റയെ വർഷാരംഭമാക്കി ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. AD 639 ഹിജ്റ 17-ാം വർഷം മുഹറം മാസത്തിലായിരുന്നു ഈ പ്രഖ്യാപനം. അന്ന് മുതൽക്കാണ് മുസ്ലിം ലോക ഹിജ്റ അടിസ്ഥാനമാക്കി വർഷാരംഭമായി കണക്കുകൂട്ടാൻ തുടങ്ങിയത്. മുഹറമാണ് ഒന്നാമത്തെ മാസം. മുഹറം 1-നാണ് സത്യത്തിൽ നമ്മുടെ ന്യൂ ഇയർ. ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണിത്. പവിത്രമായ ഈ മാസത്തിന്റെ ശ്രേഷ്ഠത വളരെയേറെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ഉണ്ടായിരുന്നവർ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം പുറന്തള്ളിയത്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ രോഗശമനം ഉണ്ടായത്, ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിച്ചത് തുടങ്ങിയവയൊക്കെ മുഹറമിലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് മുഹറമിന് പ്രത്യേകതയുണ്ട്? എന്തും ആഘോഷമാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ എന്ന മെസ്സേജാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും പരക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ആ ദിവസത്തിൽ എനിക്കിനി നന്മകൾ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു മുൻഗാമികൾക്കുണ്ടായിരുന്നത്. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇഷ്ടങ്ങളുടെ ലോകമായിരിക്കും നമുക്കുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാം അവരെയും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ.